നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. രണ്ടാഴ്ചക്കിടയിൽ ഇത് രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നത്. രണ്ടും തൃശ്ശൂരുമായി ബന്ധപ്പെടുത്തിയ ചടങ്ങുകൾ തന്നെയാണ്. സ്വകാര്യ ചടങ്ങുകളും പാർട്ടി പരിപാടികളും സർക്കാർ പരിപാടികളും ഈ സന്ദർശനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഒപ്പം അദ്ദേഹം റോഡ് ഷോയിൽ ജനങ്ങളെ കാണുന്നുമുണ്ട്. തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ തുടർച്ചയായ സന്ദർശനങ്ങൾ എന്ന രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. ഏറെക്കുറെ അത് വ്യാഖ്യാനങ്ങൾ ശരിവെക്കുന്ന നീക്കങ്ങളാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതും. നരേന്ദ്രമോദി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കേരളത്തിൽ ഈ തരത്തിൽ പ്രചരണത്തിലേക്ക് എത്തി പ്രചരണം നയിച്ചാൽ അത് വോട്ടാകുമോ എന്നുള്ള വിഷയമാണ് പ്രധാനമായും ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471354200. മഞ്ചേരിയിൽ നിന്നും ശ്രീ മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ മുഹമ്മദ്, ഈ പുതിയ വർഷം തുടങ്ങിക്കഴിഞ്ഞത് രണ്ടാം തവണയാണ് രണ്ടാഴ്ചക്കിടയിൽ പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുന്നത്. അതും ഒരു ജില്ല തന്നെ, പ്രത്യേകിച്ച് തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യുവൻസി തന്നെ അദ്ദേഹം സന്ദർശനത്തിന് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ യാദൃച്ഛികമായോ ഒന്നും കാണാൻ കഴിയില്ല. കൃത്യമായ രാഷ്ട്രീയ പ്ലാനോടുകൂടി തന്നെയാണ്. ആ മോദിയുടെ വരവ് കേരളത്തിൽ വോട്ടാവാൻ സാധ്യതയുണ്ടോ? ഹലോ, നമസ്കാരം. നമസ്കാരമുണ്ട്, പറയൂ. ഇത് മോദി സാർ ഇപ്പൊ നിൽക്കുന്നത് കല്യാണത്തിനാണ്. അപ്പൊ ആ കല്യാണത്തിന് വരുമ്പോ ഏതൊക്കെ റോഡ് ഷോ ജനങ്ങളൊക്കെ ഇപ്പൊ കാണുക എന്നുള്ളത് അത് ഈ പറഞ്ഞൊരു ഇതാണ്. തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അപ്പോ രണ്ടാമത്തെ തവണയാണ് ഇപ്പൊ ഇത് വരുന്നത്. ഇത് വോട്ടാവുന്നുള്ള ഇലക്കാണ് ഇപ്പൊ മോദി സാറും മോദിന്റെ ഒപ്പമുള്ളവരും ഒക്കെ നടക്കുന്നത്. എന്നാൽ ഇത് കേരളമാണ് സാറേ. ഇത് വോട്ടാകാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കണ്ണദാസനാണ് പാലക്കാട് നിന്നും. ശ്രീ കണ്ണദാസൻ, രണ്ടാഴ്ചക്കിടയിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കേരളത്തിലെത്തുന്നു. അത് രണ്ടാഴ്ചയും സ്ഥലം കൂടി പ്രധാനമാണ്. BJP എക്ലാസ് എന്ന് 6 മണ്ഡലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ തന്നെ തൃശ്ശൂരിന് ഒരു സവിശേഷമായ പ്രാധാന്യം BJP നൽകുന്നുണ്ട് എന്നൊക്കെ വ്യക്തമാകുന്ന നീക്കങ്ങളാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. ഈ നരേന്ദ്രമോദിയുടെ വരവ് കേരളത്തിൽ BJPക്ക് അനുകൂലമായ വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ? സാറേ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി വരെ കേരളമാണ് ജീവിക്കാൻ ഏറ്റവും സുന്ദര നഗരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം BJPക്കാരനായതുകൊണ്ട് നമ്മൾ അവഗണിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് എല്ലാ പാർട്ടിക്കാരും സ്വീകരണം നൽകണം എന്നാണ് എന്റെ അഭിപ്രായം. ഗുരുവായൂരിന്ന് അയോധ്യയിലേക്ക് ഒരു വന്ദേ ഭാരത് ഓട്ടിപ്പിക്കണം എന്ന് പറഞ്ഞ് നിവേദനവും കൊടുക്കണം സാറേ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി വരെ കേരളമാണ് ജീവിക്കാൻ ഏറ്റവും സുന്ദര. ശരി, താങ്കളത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു പ്രേക്ഷകരുണ്ട്, വയനാട് നിന്നും സൂപ്പിയാണ്. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പ്രധാനമന്ത്രിയുടെ തുടർച്ചയായ വരവ്, അതും ഒരേ സ്ഥലത്തേക്ക് തന്നെയുള്ള വരവ്, അത് BJPക്ക് അനുകൂലമായ വോട്ടായി മാറാൻ എത്രത്തോളം സാധ്യതയുണ്ട്? ഒരു നിലക്കും കേരളത്തിലുള്ള വോട്ടായി മാറാൻ സാധ്യതയില്ല. കാരണം നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ പോകാത്തത്? അവിടെ കലാപങ്ങൾ നടക്കുന്നുള്ളേ. നരേന്ദ്രമോദി ആവാൻ തിരിയുന്നില്ലല്ലോ. അവിടെ സ്ഥാനാർത്ഥികളെ ഇതുപോലത്തെ സ്ഥാനാർത്ഥി നിർത്തിയിട്ട് അദ്ദേഹം അവിടെ പോയിട്ടൊന്ന് ഇതുമായി മാതിരി റോഡ് ഷോ ഒന്ന് നടത്തട്ടെ. കേരളത്തിൽ ഇപ്പോ സുരേഷ് ഗോപിയുടെ കല്യാണത്തിനാണ് വരുന്നത്. ഇനി അടുത്ത വരുത്തം എന്താ വെച്ചാൽ സുരേഷ് ഗോപിയുടെ മകളുടെ പ്രസവക്കൂട്ടലിനായിരിക്കും എന്റെ അഭിപ്രായം. പിന്നെ അതേപോലെ തന്നെ പിന്നെ കല്യാണത്തിന് വരുന്നതിനെ താങ്കൾ ആ തരത്തിലേക്ക് പറയേണ്ടതില്ല. ഒരു പ്രധാനമന്ത്രി കല്യാണത്തിന് വരാതിരിക്കുകയോ ഒക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഇഷ്ടമാണ്. ആ തരത്തിലേക്ക് നമ്മൾ കളിയാക്കേണ്ടതില്ല. കല്യാണം പല കാലത്തില്ലേ എന്താ കേരളത്തിൽ ഓരോരുത്തരുടെയും താല്പര്യമല്ലേ. ഞാൻ ഇപ്പൊ ഏത് കല്യാണത്തിന് ഒരാൾ പോകണം എന്ന് തീരുമാനിക്കുന്നതിന് പിന്നിൽ അവരുടെ വ്യക്തിപരമായ താല്പര്യമല്ലേ. അദ്ദേഹത്തിന് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വരാൻ പ്രത്യേകമായ താല്പര്യം. നമ്മുടെ ചോദ്യം അതല്ല, ഇതെല്ലാം വോട്ടായി മാറാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. ഇല്ലില്ല, ഒരു നിലക്കും വോട്ടായി മാറാൻ സാധ്യത എല്ലാ വോട്ടും കൂടി പോവുകയുള്ളൂ. ഓക്കെ, അത് വന്നാല്. മറ്റൊരു പ്രേക്ഷകരുണ്ട്, ഷിജിലാലാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ഷിജിലാൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പ്രധാനമന്ത്രി തുടർച്ചയായി ഒരു സംസ്ഥാനത്ത്, ഒരു പ്രത്യേക പ്രദേശത്ത് തുടർച്ചയായി സന്ദർശനം നടത്തുന്നു. അതും ഏതാനും മാസത്തിനുള്ളിൽ നടക്കേണ്ട ഒരു പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി. അവിടെ ആരാവും സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ചൊക്കെ ഔദ്യോഗിക പ്രഖ്യാപനമില്ലെങ്കിലും സുരേഷ് ഗോപി BJPയുടെ സ്ഥാനാർത്ഥിയാവും എന്നൊക്കെ ശക്തമായ അഭ്യൂഹങ്ങളോ അല്ലെങ്കിൽ ആ തരത്തിലേക്കൊക്കെ BJPയുടെ സംസ്ഥാന നേതാക്കളൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്താണ് ഈ വരവ് വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ? ക്ഷമിക്കണം, അശോകനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ അശോകൻ, പറയാം. ശ്രീ അശോകൻ, കേൾക്കാമോ? ഹലോ, ശ്രീ അശോകൻ അല്ലേ? അതെ അതെ. ശ്രീ അശോകൻ, ഈ നരേന്ദ്രമോദിയുടെ തുടർച്ചയായുള്ള വരവ് തൃശ്ശൂരിൽ BJPക്ക് അനുകൂലമായ വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ?
കുറച്ചെല്ലാം വോട്ടായി മാറാൻ ചാൻസ് ഉണ്ട്. കാരണം മോദിയുടെ വ്യക്തിപ്രഭാവം പിന്നെ ഭരണ നേട്ടങ്ങൾ എല്ലാം കൊണ്ടാകുമ്പോൾ കുറച്ച് വോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തൃശ്ശൂരൊന്നും അങ്ങനെ വോട്ടിംഗ് നിലയിൽ വളരെ മുന്നിൽ വന്നോ രണ്ടാം സ്ഥാനത്ത് വന്നൊരു കോൺസ്റ്റിറ്റ്യുവൻസി ഒന്നും അല്ല. അവിടെ അന്നും ഇതേ സുരേഷ് ഗോപി തന്നെയാണ് മത്സരിച്ചത്. സുരേഷ് ഗോപി 1,00,000 ചില്ലറ 290 എത്തിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഒന്നാം സ്ഥാനത്ത് ജയിച്ച പ്രതാപന് കിട്ടിയ വോട്ട് 4,15,000 സംതിങ് ആണ്. അതെ, പ്രതാപന്റെ ഇതെല്ലാം വളരെ മോശം തന്നെയാണ്. പ്രതാപൻ വളരെ MP ആയിട്ട് വളരെ ഒരു കഴിവട്ട ഒരു MP തന്നെയാണ്. ഇവർ എത്ര അയാളെ പെർഫോമൻസ് പോരാ. സുരേഷ് ഗോപിയെ പോലത്തെ ഒരു നല്ലൊരു ഇടതുപക്ഷത്തു നിന്ന് VS സുനിൽകുമാറൊക്കെ സ്ഥാനാർത്ഥിയാവുമെന്നൊക്കെ പറയുന്നു. VS സുനിൽകുമാറൊക്കെ വളരെ പേര് കേൾപ്പിച്ച മന്ത്രി ആയിരുന്നല്ലോ. അതെ, എന്നാലും സുരേഷ് ഗോപി ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവരാരും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. സ്വന്തം കീശയിലെ പൈസ എടുത്തിട്ടാണ് അവർ പാവപ്പെട്ട ആൾക്കാർ വല്ലേ അവര് അദ്ദേഹം സഹായിക്കുന്നത്. അത്തരത്തിൽ പൈസയുള്ള ഒരാളിന് സ്വാഭാവികമായും ഇങ്ങനെ വോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുവരെ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടാവും. വോട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്യില്ലേ? കേരളത്തിലെ വലിയ സമ്പന്നന്മാരായ വ്യവസായികളൊക്കെ ഇതിൽ കൂടുതൽ സഹായമൊക്കെ ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ട്. പക്ഷേ അവരെയൊക്കെ നമുക്ക് ജയിപ്പിക്കാൻ പറ്റും. നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന്റേതായ ഗുണം എന്തായാലും ആ അദ്ദേഹത്തിന് കിട്ടും. കുറച്ചെല്ലാം കിട്ടും. താങ്കളുടെ അഭിപ്രായം കുറെ കിട്ടുമെന്ന് പറയുന്നു. ഡൽഹിയിൽ നിന്നും SP നായർ എന്നൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ SP നായർ, ഡൽഹിയിലാണോ താമസം? സോറി, കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞോളൂ. താങ്കൾ ഡൽഹിയിലാണോ താമസം, സ്ഥിര താമസം? അതെ, ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. ഓക്കെ, കേരളത്തിൽ എവിടെയാണ്? കേരളത്തിൽ പാലക്കാടാണ്. പാലക്കാടാണ്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? പ്രധാനമന്ത്രി ഈ വർഷം തന്നെ ഇത് രണ്ടാം തവണയാണ് കേരളത്തിലേക്ക് വരുന്നത്. അതിനെല്ലാം കൃത്യമായി തന്നെ തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി തെരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അതെന്തായാലും യാദൃശ്യമാകാനും വഴിയില്ല. ഈ പ്രധാനമന്ത്രിയുടെ വരവ് അവിടെ വോട്ടാവാൻ സാധ്യതയുണ്ടോ BJPക്ക്? തീർച്ചയായിട്ടും വോട്ടാകാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല, വളരെ കുറച്ച് ആൾക്കാർക്ക്. പക്ഷെ ഇപ്പൊ കുറച്ച് മനസ്സിലാകുന്നുണ്ട്, വോട്ടുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി ലോകത്ത് കേരളത്തിലല്ലാതെ ബാക്കി എല്ലാ സ്റ്റേറ്റിലും BJP ഉണ്ട്. അപ്പൊ കേരളത്തിൽ എന്തുകൊണ്ട് വരാൻ പറ്റില്ല? ഓരോ നാട്ടുകാരും ഓരോ രീതിയിലല്ലേ ചിന്തിക്കുന്നത്? അല്ല, അത് ചിന്തിക്കുന്ന, പക്ഷേ ചിന്തകളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മറ്റു പലതിലും, വിദ്യാഭ്യാസത്തിലും സാംസ്കാരിക നിലവാരത്തിലും ഒക്കെ വികസനത്തിലും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു നാട് കൂടിയല്ലേ കേരളം? അതങ്ങനെ പറയാൻ പറ്റുമോ? എന്നിട്ടാണോ കേരളത്തിലുള്ള ഞങ്ങളൊക്കെ പണ്ട് തൊട്ട് ഈ ഡൽഹിയിൽ വന്നിട്ട് ഇങ്ങനെ എന്നെ പോലെയല്ല പല ആൾക്കാരും, കേരളത്തിലുള്ള ആൾക്കാർ ഒട്ടുമുക്കാലും സ്റ്റുഡന്റും ഒന്നില്ലെങ്കിൽ കേരളത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ വേറെ വിദേശത്തായിരിക്കും പോകുന്നത്. അവിടെ എഡ്യൂക്കേഷൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഹയർ സ്റ്റഡീസും ഒക്കെ വേണ്ടേ? അല്ലെങ്കിൽ അവിടെ പഠിച്ച കുട്ടികൾക്ക് ജോലി കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു ഫെസിലിറ്റി അവിടെ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യാൻ നേടുന്ന ശേഷിയിലേക്ക് നേടുന്ന ആളുകളൊക്കെ ഈ കേരളത്തിലുള്ള ആളുകളൊക്കെ അല്ലേ കൂടുതൽ? മറ്റ് ഇപ്പോൾ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ മറ്റതുപോലത്തെ ഉള്ള രാജസ്ഥാനിലോ ഒക്കെയുള്ള ആളുകൾക്കൊക്കെ കേരളത്തിലെ ആളുകളെ പോലെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ജീവിത സൗകര്യമോ ജീവിത നിലവാരമോ മറ്റോ ഉണ്ടോ? അതൊക്കെ വെറുതെ പറയുന്നതാണ് കേട്ടോ. അതെങ്ങനെയാണ്? നിങ്ങൾ ഓരോ സ്ഥലത്ത് ഇപ്പൊ ഈ നമ്മുടെ കേരളത്തിൽ തന്നെ റോഡുകൾ തന്നെ കേരളവുമായിട്ട് നമ്മൾ നോർത്ത് ഇന്ത്യ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഞാൻ റോഡിന്റെ കാര്യമല്ല ചോദിച്ചത്, ആളുകളുടെ ജീവിത നിലവാരം ഉയരുന്നതിനെ കുറിച്ചാണ്. അല്ല, വിദ്യാഭ്യാസത്തെ പറയുകയാണെങ്കിൽ തന്നെയാണെങ്കിൽ നമ്മുടെ കേരളമായിട്ട് എന്നാ പിന്നെ നമുക്ക് കേരളത്തിൽ എന്തുകൊണ്ടാണ് ജോലികൾ കിട്ടാത്തത്? കേരളത്തിൽ ഇത്രയും ഒരു ചെറിയ സംസ്ഥാനത്തിന് ഇത്രയേറെ ആളുകൾ വിദ്യാഭ്യാസം നേടുമ്പോൾ അവർക്കെല്ലാം ജോലി കൊടുക്കാനൊക്കെ കഴിയുന്ന ഒരു സംസ്ഥാനം, അങ്ങനെ വ്യാവസായികമായി മുന്നോട്ടൊക്കെ നിൽക്കുന്ന സംസ്ഥാനമൊന്നും അല്ലല്ലോ. അല്ല, മുന്നേറാൻ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ടല്ലോ കേരളത്തില്. എന്താണ് ഇല്ലാത്തത്? നമുക്ക് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, പക്ഷെ നമ്മുടെ ജോലി ഒരു കമ്പനി ഇല്ല. ഇപ്പൊ എനിക്കിപ്പോ പറയേണ്ട, ഇപ്പൊ നമ്മുടെ കിറ്റെക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ഓക്കെ, താങ്കൾ എന്തായാലും അങ്ങനെ പറയുന്നു. ഓക്കെ, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, സുരേഷാണ്. ശ്രീ സുരേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? തുടർച്ചയായി കേരളത്തിലേക്ക്, ഒരു മണ്ഡലത്തിലേക്ക് കേരളത്തിൽ ഇതുവരെ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അക്കൗണ്ട് തുറക്കുക എന്ന ലക്ഷ്യത്തിൽ കൂടിയാണോ പ്രധാനമന്ത്രി തുടർച്ചയായി വരികയും ഒക്കെ ചെയ്യുന്നത്? അതിന് പ്രയോജനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഞാൻ ആദ്യമായിട്ട് നമ്മളെ പ്രധാനമന്ത്രിയെ ഗുരുവായൂരുകാരൻ എന്ന നിലയിൽ ഗുരുവായൂരിലേക്ക് സ്വാഗതം ചെയ്യാം. പക്ഷെ അത് വ്യക്തിപരമായിട്ടാണ് അദ്ദേഹം വരുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു ഇത് കേരളത്തിലെ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എന്നാണ് പറയുന്നത്. അത്തരത്തിലാണെങ്കിൽ ഇവർ തൃശ്ശൂര് കേന്ദ്രീകരിക്കുന്ന ഉദ്ദേശം രണ്ട് സമുദായങ്ങളെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ക്രൈസ്തവ സമുദായം ഒരു ഭാഗത്ത് മുസ്ലിം സമുദായമാണ്. പക്ഷെ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ആദ്യമായി റോഡ് ഷോ നടത്തേണ്ടത് മണിപ്പൂരിലായിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല വോട്ടിംഗ് ശതമാനം ഒരുപാട് വ്യത്യാസമുള്ള ഈ കാലയളവില് അത്രയ്ക്കങ്ങോട്ട് അത് വോട്ടാക്കി മാറ്റാൻ നമ്മളെ പ്രധാനമന്ത്രിക്ക് കഴിയില്ല എന്ന് തന്നെയാണ് എന്റെ കുറച്ച് വിശ്വാസം. ഇവിടെ കോൺഗ്രസിന് തന്നെയാണ്. പക്ഷെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ മുൻകൂട്ടി കാണാതെ
തുടർച്ചയായി പ്രധാനമന്ത്രി തന്നെ ഇങ്ങനെ ഒരു സംസ്ഥാനത്തേക്ക്, അത് ഒരു പ്രത്യേക കോൺസ്റ്റിറ്റ്യൂൻസിലേക്ക് ഒരു മാസത്തിനിടയിൽ 2 തവണയൊക്കെ വരിക എന്നൊക്കെ പറയുമ്പോൾ അവർക്കും അവരുടേതായ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും തന്ത്രങ്ങളും കാണില്ലേ? അവരെ ലക്ഷ്യത്തിന്റെ അത് തന്നെ ഞാൻ പറഞ്ഞു. ഒരു വിഭാഗം ക്രൈസ്തവ സമുദായവും ഒരു വിഭാഗം മുസ്ലിം സമുദായമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തൃശ്ശൂരിന്റെ മണ്ണിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ ക്രൈസ്തവ സമുദായത്തിലാണ് അവർ ഉദ്ദേശിച്ചത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം തൃശ്ശൂർ വോട്ട് ബാങ്കിൽ മുന്നിൽ നിൽക്കുന്നത് ആകെ ഒരു മതം എന്ന് പറഞ്ഞാൽ ഹിന്ദു വിഭാഗമാണ്. പ്രധാനമന്ത്രി ഒരിക്കലും വോട്ടായി മാറില്ല. കുറച്ച് സ്ത്രീജനങ്ങളുടെ മനസ്സിൽ കുറച്ച് സന്തോഷം നൽകാം എന്നല്ലാതെ വോട്ടായി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. വോട്ടായി മാറാതെ. കണ്ണൂരിൽ നിന്നും ശ്രീ ദാസനാണ്. ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പ്രധാനമന്ത്രിയുടെ തുടർച്ചയായ വരവ് തൃശ്ശൂരിൽ BJPക്ക് അനുകൂലമായ വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ? ഒന്നും പറയാൻ പറ്റില്ല. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അയാൾ വ്യക്തിപരമായിട്ട് നല്ലൊരാളാണ്. കേരള രാഷ്ട്രീയത്തിൽ നമുക്ക് കറകളഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. BM സുധീരൻ, AK ആന്റണി, പന്ന്യൻ രവീന്ദ്രൻ, ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ കൂടുതൽ വിരലിലെണ്ണാൻ പറ്റുന്ന ഒരു നല്ല വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി. പക്ഷേ ആ നേതാക്കളുടെ നിരയിലേക്ക് നിർത്താൻ പറ്റുന്ന ഒരാളാണോ സുരേഷ് ഗോപി? എങ്ങനെയാ ഈ താങ്കൾ പറഞ്ഞ ആളുകളൊക്കെ AK ആന്റണിയാലും BM സുധീരനായാലും പന്ന്യൻ രവീന്ദ്രനായാലും ഒക്കെ എത്രയോ കാലമായി, അരനൂറ്റാണ്ടിലേറെ കാലമായി കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന വിവിധ പാർട്ടികളിൽ നിൽക്കുന്ന നേതാക്കളാണ്. അവരുടെയൊക്കെ നിരയിൽ നിർത്താൻ പറ്റുന്ന ഒരാളാണോ ഈ സുരേഷ് ഗോപി? അല്ല, അഴിമതിയില്ലാതെ ആൾക്കാരാണ്. ബാക്കി എല്ലാവരും അഴിമതിക്കാരാന്നല്ല പറയുന്നത്. ഈ പൊതുസമൂഹത്തിനിടയിൽ ഒരു നിലയും വിലയുള്ള രാഷ്ട്രീയക്കാരാണ് ഇവരൊക്കെ. ഞാൻ ആദ്യം പറഞ്ഞ ആൾക്കാർ ആ ഘട്ടത്തിൽ തന്നെ ഇയാളെ കൂട്ടുക. കാരണം ഇയാൾക്ക് രാഷ്ട്രീയത്തിനൊന്നും നേടാൻ ഉദ്ദേശിക്കുന്നില്ല. പുള്ളിയുടെ കയ്യിൽ നിന്ന് പുള്ളിയെ സഹായിക്കുന്നില്ലാതെ. പിന്നെ ഈ സഭേന്റെ പൂർണ്ണമായ പിന്തുണ BJPക്ക് കിട്ടിയാൽ BJP കേരളത്തിൽ 2 സീറ്റ് വിൽക്കും, പത്തനംതിട്ടയും തൃശ്ശൂരും. പിന്നെ 2 വർഷത്തിന്റെ കാര്യം ഈ 2 സ്ഥലങ്ങളിലും കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 3ാം സ്ഥാനത്തായിരുന്നു. അല്ല, അത് ശരിയാണ്. പക്ഷെ സുരേഷ് ഗോപിക്ക് ഇപ്പം പെട്ടെന്ന് ആ മാധ്യമ പ്രവർത്തകന്റെ ആ പ്രശ്നം വന്നതോട് കൂടിയിട്ട് ഒരു ഇമേജ് ഒന്ന് കൂടിയിരിക്കുന്ന എന്റെ അഭിപ്രായം. കൂടിയെന്നാണ് അഭിപ്രായം. പിന്നെ പെണ്ണുങ്ങളുടെ ഇടയിലൊക്കെ സുരേഷ് ഗോപിക്ക് നല്ലൊരു സ്ഥാനമുണ്ട്. കാരണം അയാൾ മാന്യമായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ തന്നെയാണ് എന്റെ അഭിപ്രായം. രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, സുരേഷ് ഗോപി. ഓക്കെ, അത് താങ്കളുടെ അഭിപ്രായം. എന്തായാലും നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കൊട്ടാരക്കരയിൽ നിന്നും മണിക്കുട്ടനാണ്. ശ്രീ മണിക്കുട്ടൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പ്രധാനമന്ത്രിയുടെ തുടർച്ചയായ വരവ് അത് ഒരു പർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യൂൻസിയിൽ തന്നെ അത് വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നുള്ളത് സാമാന്യഗതിയിൽ എല്ലാവർക്കും വ്യക്തമാണ്. അതിൻ്റെ ഒരു പ്രയോജനം, അത് വോട്ടായി മാറി അങ്ങനെ ഒരു പ്രയോജനം BJPക്ക് ഉണ്ടാകാൻ സാധ്യത എത്രത്തോളമുണ്ട്? നമസ്കാരം, എന്റെ പേര് മണിക്കുട്ടൻ. ഞാൻ വെട്ടിക്കവര കണ്ണങ്കോട് സ്വദേശിയാണ്. ഓക്കെ, പറഞ്ഞോളൂ. പിന്നെ ഈ കേരളത്തില് ഈ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അത് BJPക്ക് വോട്ടായിട്ട് മാറും. ഈ കർഷകന്റെ അക്കൗണ്ടിൽ 2000, 6,000 രൂപ വീതം കൊടുത്ത പിന്നെ ഏക സർക്കാർ എന്ന് പറഞ്ഞ BJP സർക്കാരാണ്. അപ്പം പിന്നെ അത് BJPക്ക് വലിയ, അതുപോലെ തന്നെ കേന്ദ്ര പദ്ധതികള് ആയിരക്കണക്കിന് പദ്ധതികൾ, അത് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ആയിരക്കണക്കിന് പദ്ധതികൾ പാവം പിടിച്ച ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ എന്തുകൊണ്ട് BJP അധികാരത്തിൽ വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെങ്കിലും BJP ജയിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇടത് വലത് മുന്നണികൾ ഒന്നായിക്കൊണ്ട്, അതായത് ഒക്കെ ചങ്ങാതിമാരായിക്കൊണ്ട് അവിടെ പരാജയപ്പെടുത്തുക എന്നുള്ള നയം സ്വീകരിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ? നേമത്ത് കഴിഞ്ഞ തവണ BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞാണ്. അവിടെ മത്സരിച്ച് ഇത്തവണ വിജയിച്ചത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിന് ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് K മുരളീധരനെ തന്നെയാണ് അവതരിപ്പിച്ചത്. അവിടെ K മുരളീധരൻ MP ആയിരുന്ന മുരളീധരൻ അവിടെ വന്ന് മത്സരിച്ച് മനഃപൂർവ്വം BJPയെ തോൽപ്പിക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസ് ഒരു ദുർബലമായ സ്ഥാനാർത്ഥിയല്ലേ നിർത്തൂ? കേരളത്തിൽ കോൺഗ്രസിന് കിട്ടാവുന്ന, തിരുവനന്തപുരത്ത് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയല്ലേ മത്സരിപ്പിച്ചത്? അവർക്ക് BJP എവിടെയെങ്കിലും 1-2 സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ BJP അശ്വമേധം പോലെ കുതിക്കുമെന്ന് അവർക്കറിയാം. ആ കുതിപ്പ് തടയാൻ വേണ്ടിയാണ് ഇവരൊക്കെ ചങ്ങാതിമാരായി നിന്നുകൊണ്ട് BJPയെ പരാജയപ്പെടുത്തുന്നത്. ഞാൻ അതേ സംശയമാണ് താങ്കളോട് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ അവർ ഒരു കേരളത്തിൽ LDF ജയിക്കാൻ വേണ്ടി UDF ഒരു ദുർബല സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു, അല്ലെങ്കിൽ UDF ജയിക്കാൻ വേണ്ടി LDF ദുർബല സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു. അങ്ങനെയല്ലേ വേണ്ടത്? പക്ഷേ തിരുവനന്തപുരത്ത് അങ്ങനെ ആയിരുന്നില്ലല്ലോ. ശിവൻകുട്ടി LDF മത്സരിച്ചപ്പോൾ UDF മത്സരിപ്പിച്ചത് K മുരളീധരനെ പോലെ എന്തുകൊണ്ടും ശിവൻകുട്ടിയോടൊപ്പം നിൽക്കാൻ കഴിയുന്ന കേരളത്തിലെയും തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെയാണ്. അല്ലാതെ അതിനെ എങ്ങനെയാണ് അവരെ തമ്മിൽ യോജിച്ചാണ് അവർ നിന്നതെന്നൊക്കെ പറയുന്നത്? അല്ല, സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ കുമ്മനം പിന്നെ രാജശേഖരൻ എന്ന വളരെ പിന്നെ പ്രഗത്ഭനായ പിന്നെ മുൻ മിസോറാം ഗവർണറായ കക്ഷിയാണ് അവിടെ നിന്ന് മത്സരിച്ചത്. അപ്പം അവിടെ ജയിക്കുമെന്നുള്ള സാധ്യത വന്നപ്പം ആണ് K മുരളീധരൻ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് പിന്നെ ശരി, ഓക്കെ, താങ്കളുടെ മനസ്സിലായി. എന്തായാലും അവിടെ ജയിച്ചത് മന്ത്രി ശിവൻകുട്ടിയാണ് ജയിച്ചത്. എന്തായാലും രാജനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ രാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പ്രധാനമന്ത്രിയുടെ വരവ് വോട്ടാവാൻ എത്രത്തോളം സാധ്യതയുണ്ട്?
വോട്ട് കിട്ടിയതിനും പക്ഷെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം പ്രമാണിച്ച് ഈ മോദി വരുന്നതനുസരിച്ച് 46ഓളം കല്യാണം മാറ്റി വെച്ചിരിക്കുക. ഇല്ല, അത് ആ ദേവസ്വം ബോർഡ് പിന്നീട് വിവരിച്ച് കൃത്യമായി പറഞ്ഞിരുന്നു. സമയക്രമം മാത്രമേ മാറ്റിയിട്ടുള്ളൂ. നാളെയോ മറ്റന്നാളോ ഒക്കെ നടത്തിക്കോട്ടെ. സാറൊന്നും പറഞ്ഞു കേൾക്കാം. ആദ്യം സാറിന്റെ അഭിപ്രായം അല്ലല്ലോ, എന്നോടല്ലേ ചോദിച്ചത്. അതെ, അതുകൊണ്ട് തന്നെയാണ് താങ്കൾ ഒരു അഭിപ്രായം പറഞ്ഞത്. തെറ്റായ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് പിന്നീട് അതിൽ വിശദീകരണം വന്ന വാർത്തയാണ്. വിശദീകരണം വന്ന വാർത്തയിൽ വീണ്ടും തെറ്റായി പറയേണ്ടത് ആർക്കും എന്തും കൊടുക്കാം, എന്ത് വിശദീകരണം കൊടുക്കാം. പക്ഷേ എന്റെ കണക്കനുസരിച്ച് 1 ലക്ഷം വോട്ട് കുറയും. കാരണം വെച്ചാൽ മോദി വരുന്നതനുസരിച്ച് ആ കല്യാണം കൂടെ അതിന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവരും കൂടെ സപ്പോർട്ട് ചെയ്തത്. ഇതിപ്പോ അവരെ മുഴുവൻ വെറുത്തു. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ മോദി വന്നത് കൊണ്ട് ഇപ്പൊ ഉടനെ സുരേഷ് ഗോപിക്ക് 1 ലക്ഷം 2 ലക്ഷം വോട്ട് കൂടും, അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഉള്ള വോട്ട് കുറയാനാണ് സാധ്യത. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സജീവമായ അഭിപ്രായ പ്രകടനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വിഷയം തന്നെ തുടരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പൊൻകതിർ പുട്ടുസോമാണ് ചെലവഴിക്കുന്നത്. നമസ്കാരം. ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഈ 2 ആഴ്ചക്കിടയിൽ 2ാം തവണയാണ് കേരളത്തിലേക്ക് എത്താൻ പോകുന്നത്. അതും പർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ, തൃശ്ശൂരിൽ തന്നെ. അവിടെ സുരേഷ് ഗോപി ആയിരിക്കും BJPയുടെ സ്ഥാനാർത്ഥി എന്നത് ഏറെക്കുറെ വ്യക്തമാണ് താനും. ഇത് പ്രധാനമന്ത്രിയുടെ ഈ തുടർച്ചയായ വരവ് വോട്ടായി മാറുമോ എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. മനോജാണ് UPയിൽ നിന്നും വിളിക്കുന്നത്. ശ്രീ മനോജ്, UPയിൽ താങ്കൾ എവിടെയാണ്? സാർ, ഞാൻ UPയിൽ ഗോരഖ്പൂരാണ്. ഓക്കെ, താങ്കൾ കേരളത്തിൽ എവിടെയാണ്? സാർ, ഞാൻ ഗോരഖ്പൂരില് കേരളത്തിൽ എവിടെയാണ്? കേരളത്തിലെ ഇടുക്കി ഡിസ്ട്രിക്ട്. ഇടുക്കിയിലാണ്. ഓക്കെ, ശരി, ഓക്കെ. അപ്പോൾ ഈ പ്രധാനമന്ത്രി 2024 ഇത് 2ാം തവണയാണ്. ഇന്നത്തെ വരവ് കൂടിയായാൽ കേരളത്തിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ വരവ്. സ്വകാര്യ ചടങ്ങായാലും പാർട്ടി പരിപാടിയായാലും ഇനി സർക്കാരിന്റെ പരിപാടിയായാലും എല്ലാം അത്തരമൊരു കേന്ദ്രീകരണം അതിൽ വളരെ വ്യക്തമാണ് താനും. അങ്ങനെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നതുകൊണ്ട് തൃശ്ശൂരിൽ BJPക്ക് എത്രത്തോളം അത് വോട്ടാവാനുള്ള സാധ്യതയുണ്ട്? സാർ, ഇതൊരു വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ BJPക്ക് ഒരു ഏറ്റവും നല്ലൊരു നിലവാരം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ലൊരു ചാൻസ് ആണ് കാണുന്നത്. കാരണം ഞാൻ നോക്കട്ടെ സാർ, ഇവിടെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും നല്ലൊരു ഭരണം ജനങ്ങൾക്ക് കൊടുത്തിട്ട് എത്രമാത്രം മാറ്റങ്ങൾ ഉണ്ടായി. അതിന് BJPക്ക് ഒരു അക്കൗണ്ട് തുറന്നാൽ എന്താണ് കുഴപ്പം? BJP അക്കൗണ്ട് തുറക്കുന്നതിനേക്കാളും വലിയൊരു കാര്യമാണ് ഈ അടുത്തയിടകളിൽ നമ്മൾ മീഡിയയിൽ കൂടി ചർച്ച ചെയ്തത്. അപ്പൊ അത് പറയുകയാണെങ്കിൽ അത്രയും നല്ല ജനസേവകനായ, അത്രയും നല്ല മനുഷ്യസ്നേഹിയായ സുരേഷ് ഗോപിയെ വളരെ വിദഗ്ധമായിട്ട് രാഷ്ട്രീയക്കാർ കൊടുക്കാൻ നോക്കി. ചില മാധ്യമങ്ങൾ അതിനെ നല്ല സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഇതാണ്, ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഇത്രയും വലിയ മനുഷ്യസ്നേഹിയെ ജനങ്ങളെ അംഗീകരിക്കുകയോ ഇല്ലയോ? അംഗീകരിക്കും എന്നാണ് ഞാൻ കഴിഞ്ഞ തവണ അംഗീകരിച്ചില്ല. കഴിഞ്ഞ തവണ അദ്ദേഹം അവിടെ 3ാം സ്ഥാനത്തായിരുന്നു. സാർ, അത് ഞാൻ ചോദിക്കട്ടെ, എത്ര രാഷ്ട്രീയക്കാർ എത്ര അടുത്ത് തോറ്റിട്ടുണ്ട്, എത്ര മണ്ഡലത്തിൽ തോറ്റിട്ടുണ്ട്? അവരൊന്നും ജയിക്കാതിരുന്നിട്ടുണ്ടോ? സാറിന് സുരേഷ് ഗോപിന്റെ കാര്യം അറിയാമോ? എത്ര പ്രാവശ്യം അദ്ദേഹം തോറ്റിരുന്നു, അത് ജയിച്ചിട്ടില്ലേ? അതുപോലെ എത്ര രാഷ്ട്രീയ പ്രവർത്തകര് വളരെ സജീവമായിട്ട് മുന്നോട്ട് വന്നു. ഇപ്പൊ എന്താണ് സംഭവിച്ചത്? ഇപ്പൊ ഞാൻ ഈ പറയുന്നതല്ലാതെ കേരളത്തിൽ ഒരാകെ ഒരു അക്കൗണ്ട് തുറന്നു, കഴിഞ്ഞ തവണ അത് പൂട്ടിപ്പോവുകയും ചെയ്തു. അങ്ങനെ ലോക്സഭയിലേക്കോ അല്ലെങ്കിൽ നിയമസഭയിലേക്കോ അതുകൊണ്ട് പൂട്ടിപ്പോയ അക്കൗണ്ടുകള് പിന്നെ അവിടെ പൂട്ടിപ്പോയി എന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ആ അക്കൗണ്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ? അങ്ങനെ മാറി നിൽക്കുമോ? ഇപ്പൊ എന്താണ് സംഭവിച്ചത്? സ്ത്രീ ജനങ്ങളും അതുപോലെ തന്നെ സുരേഷ് ഗോപിയെ അംഗീകരിക്കുന്ന ആളുകൾ എല്ലാരും അതിന്റെ അളവ് കൂടിയോ ഇല്ലയോ സാർ പറ? ഇപ്പൊ നിലവിലത്തെ കണ്ടീഷൻ നമുക്ക് എന്തായാലും നിലവിൽ അറിയാൻ കഴിയില്ല കൂടിയോ ഇല്ലയോ എന്നൊക്കെ. ഒരു ജനവിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അറിയാൻ കഴിയൂ. സുരേഷ് ഗോപിയെ വളരെ വിദഗ്ധമായി കുടുക്കിയ എല്ലാവർക്കും ഒരു മറുപടി ആയിരിക്കും ഈ ഇലക്ഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മീഡിയയിൽ കൂടി നമുക്ക് എല്ലാവരും ഇരിക്കുന്നത്. ശരി, ഓക്കെ, താങ്കൾക്ക് ആ തരത്തിൽ വിശ്വസിക്കാം. പക്ഷേ നമുക്ക് എപ്പോഴും ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഒരാളുടെ ആ ജനവിധിക്ക് എത്രത്തോളം അളവ് കൂടിയോ കുറഞ്ഞോ എന്നൊന്നും വിലയിരുത്താൻ പുറത്തുനിന്ന് ഒരു മനുഷ്യന് കഴിയില്ല. സ്വാഭാവികം അത് വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം വിലയിരുത്തലുകളൊക്കെ പലപ്പോഴും ഉണ്ടാവുക. അടൂരിൽ നിന്നും ഉഷയാണ് അടുത്ത സംസാരിക്കുന്നത്. ശ്രീ ഉഷ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പ്രധാനമന്ത്രിയുടെ വരവ് കൊണ്ട് BJPക്ക് തൃശ്ശൂരിൽ ഒരു നേട്ടമുണ്ടാൻ എത്രത്തോളം സാധ്യതയുണ്ട്? സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ ഇപ്പോൾ ഉടനെ പിടിക്കുമെന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിലും കേരളത്തിൽ അവർക്ക് വോട്ടിന്റെ പെർസെന്റേജ് കൂടിയിരിക്കും. അതിനൊരു നല്ല തരംഗം ഇപ്പോൾ അവർക്ക് വന്നിട്ടുണ്ട്. കാരണം അവരുടെ പ്രവർത്തന ശൈലി മറ്റിതര പാർട്ടികളെക്കാട്ടിലും ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് കുറച്ച് എവിടെയെങ്കിലും ജയിക്കാൻ സാധ്യതയുണ്ടോ? ജയിക്കാൻ ഇപ്പോൾ സാധ്യത ഉണ്ടോ? ഉണ്ടെങ്കിൽ സുരേഷ് ഗോപി ജയിക്കും.
ഒരു സീറ്റ് സുരേഷ് ഗോപി ജയിക്കും എന്ന ഒരു ചെറിയൊരു പക്ഷേ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്തൊക്കെ 2ാം സ്ഥാനത്തെത്തിയാണ്, തൃശ്ശൂരിൽ 3ാം സ്ഥാനത്തായിരുന്നു. 2ാം സ്ഥാനത്തെത്തിയാലും ഈ തിരുവനന്തപുരം 2ാം സ്ഥാനത്ത് വന്നു എന്ന് വിചാരിച്ച് നമ്മളിപ്പോ ഉടനെ അങ്ങ് ഇവർ കേറാനുള്ള ഒരു തരക്കം വന്നിട്ടുണ്ട്. ഇവർ വോട്ടിംഗ് നന്നായി കിട്ടും. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വർഗീസ് ആണ് വൈക്കത്തുനിന്നും. ശ്രീ വർഗീസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു പ്രധാനമന്ത്രി തന്നെ കേരളം പോലൊരു സംസ്ഥാനത്തെ ഒരു തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അന്ന് 2 ആഴ്ചക്കിടയിൽ 2 തവണ സന്ദർശനം നടത്തുകയാണ്. അത്രത്തോളം ഒരു രാഷ്ട്രീയ പ്രാധാന്യം എന്തായാലും BJP ആ മണ്ഡലത്തിന് നൽകുന്നുണ്ട് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് അത് എത്രത്തോളം വോട്ടായി മാറാൻ സാധ്യതയുണ്ട്? ഒരിക്കലും ഇല്ല സാറേ. കാരണം കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യ പോലെ അല്ല. ഇവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വോട്ടുകൾ ഏതാണ്ടും ഈക്വൽ അല്ലെങ്കിലും വലിയ വ്യത്യാസമില്ല. ഇപ്പൊ വടക്കേ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരു ജാതിക്ക് വേണ്ടിയിട്ട് മാത്രമേ BJP എന്ന് പറയുമ്പോൾ ഹിന്ദു ബെൽറ്റുകളിലൊക്കെ അവർക്ക് നല്ല ഫോഴ്സ് കിട്ടും, ഒരു മതത്തിന്റെ ഇതിൽ മാത്രം. പക്ഷെ കേരളത്തിലൊന്നുമില്ല. കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ 2-3 വ്യത്യസ്ത രീതിയിലുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു സുരേഷ് ഗോപിക്ക് ഇപ്പൊ വോട്ട് കൂടുതൽ കിട്ടുമെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. കുറച്ചിരൊക്കെ വ്യത്യാസം വരും, അല്ല ജയിക്കാനുള്ള സാധ്യതയില്ല സാറേ. ശരി, നമുക്ക് അടിമാലിയിൽ നിന്നും ശ്രീ ഹരി കൂടി ചേർന്നുണ്ട്. ഹരി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ? ഉറപ്പായും സാറേ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിലെ ജനങ്ങള് പ്രബുദ്ധ ജനങ്ങളാ. അവര് ഇപ്പോഴത്തെ MP TN പ്രതാപനെയൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ കൃഷിമന്ത്രി മുൻ കൃഷിമന്ത്രിയാണ് ഇനി മത്സരിക്കുന്നതെന്നൊക്കെ പറയുന്നു CPI-യുടെ. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഇവരൊക്കെ ചെയ്യുന്നതിലും കൂടുതൽ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ സംഭവങ്ങൾ സുരേഷ് ഗോപി ചെയ്യുന്നുണ്ട്. അത് ജനം കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. തൃശ്ശൂരിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവരെ നമ്മൾ അവരുടെ പക്ഷേ ഇതേ സുരേഷ് ഗോപി കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ അവിടെ 3ാം സ്ഥാനത്തായിരുന്നു. തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ 2ാം സ്ഥാനത്തൊക്കെ എത്താൻ കഴിഞ്ഞിരുന്നു. 1 ലക്ഷം വോട്ട് അല്ലെങ്കിൽ 1.5 ലക്ഷം വോട്ടിന്റെ ഇതെന്ന് വെച്ചാൽ പകുതി കൂടുതൽ വന്നാൽ പോലെ വോട്ട് മറിയാൻ ജനങ്ങൾക്ക് ബോധം വെച്ച് കഴിഞ്ഞാൽ പോയില്ലേ? താങ്കൾ പറയുന്നത് ജനങ്ങൾക്ക് ബോധമില്ലാത്തവരായിരുന്നു ഇവർ വോട്ട് ചെയ്തതെന്നാണോ? അങ്ങനെയല്ല പറഞ്ഞത്. ശരിക്കും ഈ ഇരു മുന്നണികളും ജനങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് സത്യാവസ്ഥ. ഇവരെ മനസ്സിലാക്കിയ ജനം ബോധം വെച്ച് വരുമ്പോൾ 80കളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എന്തോരോ സംഭവങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോന്ന് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും പറയുന്നതെല്ലാം നമ്മൾ കേട്ടോണ്ടിരുന്നല്ലേ ഇരുന്നത്. ഇന്നിപ്പോ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോടുകൂടിയല്ലേ നമ്മൾ ഓരോന്നിന്റെ ഇത് അറിയുന്നത്. ഓരോ കാര്യങ്ങളും EMS സർക്കാരിന്റെ സംഭവം തന്നെ ഇപ്പോഴല്ലേ നമ്മൾ അറിയുന്നത്. അറിയാൻ കഴിഞ്ഞത് അന്ന് അറിയാൻ കഴിയായിരുന്ന കാര്യം. അപ്പൊ നമുക്ക് ബോധം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബോധം വെക്കുന്നതനുസരിച്ച് എന്താണ് ഈ മുമ്പ് അറിയാതിരുന്ന കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ താങ്കൾ അറിഞ്ഞത്? തീർച്ചയായിട്ടും എന്താണ് അറിഞ്ഞത്? ഓരോ സംഭവങ്ങളും അറിയുന്നുണ്ടല്ലോ. നമുക്കിപ്പോ ഏതെങ്കിലും ഒരു ഉദാഹരണം ഞാൻ ചോദിച്ചത്, താങ്കളെ പണ്ട് ഇത് അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാണ്. നമുക്ക് അറിയാൻ പാടില്ല സാറേ. ഏതാണ് ഏതൊക്കെ സർക്കാർ എന്തൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്, അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്കിപ്പോ അറിയാൻ പറ്റില്ലേ? ഓരോ വ്യക്തി TN പ്രതാപനായാലും ആരാണ് സുരേഷ് ഗോപി ആയാലും ഇവരൊക്കെ എന്താ ചെയ്തേക്കുന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവരെ ഇനി പറ്റിക്കാൻ പറ്റില്ല. ആ ജനത്തിനെ ഇനി പറ്റിക്കാൻ പറ്റില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരെ നോക്കിയാലും പറ്റിക്കാൻ പറ്റില്ല. എന്തായാലും താങ്കളുടെ അഭിപ്രായത്തോട് തൽക്കാലം എനിക്ക് യോജിക്കാൻ നിർവാഹമില്ല. കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ഒരു കാലത്തും പറ്റിക്കപ്പെടാനൊന്നും നിന്നു കൊടുക്കുന്ന ജനങ്ങളല്ല. അത് സോഷ്യൽ മീഡിയ വന്നാലും അതിനു മുമ്പും ഒക്കെ കേരളത്തിൽ മാധ്യമ സാക്ഷരത ഏറെയുള്ള നാടാണ്. അത് കോൺഗ്രസിനെ അനുകൂലിച്ച് ഒരു പത്രം എഴുതിയാൽ അത് കോൺഗ്രസിനെ അനുകൂലിച്ചാണെന്നും CPM-നെ അനുകൂലിച്ച് എഴുതിയാൽ അത് CPM-നെ അനുകൂലിച്ചാണെന്നും തിരിച്ചറിയാനും വാർത്തയുടെ യാഥാർത്ഥ്യമൊക്കെ തിരിച്ചറിയാനും ഒക്കെ കഴിയുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അങ്ങനെ കേരളത്തിലെ ആരും പറ്റിക്കപ്പെടാൻ അങ്ങനെ ആത്യന്തികമായി കേരളത്തിലെ മറ്റ് നാടുകളിലൊക്കെ പോലെ അത്ര വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്ത കുറഞ്ഞ ആളുകളല്ല. അവരെയൊന്നും അങ്ങനെ പറ്റിച്ചു തീർത്താനൊന്നും കഴിയില്ല. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, വിജയനാണ് കൊല്ലത്തു നിന്നും. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പ്രധാനമന്ത്രിയുടെ തുടർച്ചയായ തൃശ്ശൂർ സന്ദർശനം BJP-ക്ക് വോട്ടായി മാറാൻ എത്രത്തോളം സാധ്യതയുണ്ട്? ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക സാറേ, അവിടെ സുരേഷ് ഗോപി തന്നെ ജയിക്കും. എന്താണ് ആ വിശ്വാസത്തിന് അടിസ്ഥാനം? ആ വിശ്വാസത്തിന് അടിസ്ഥാനം എന്താണ്? നമ്മുടെ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനല്ല തോന്നും. അടുത്ത സംസ്ഥാനത്ത് പോയി ഇവിടെ കൃഷി ഇല്ലെങ്കിലും അടുത്ത സംസ്ഥാനത്ത് നമുക്ക് കൃഷിയുടെ സാധനങ്ങൾ മേടിച്ചുകൊണ്ടൊന്ന് ഉപയോഗിക്കാന്നൊക്കെ പറയുന്ന മന്ത്രിമാരല്ലേ ഇവിടെ. ഇതിനേക്കാൾ കൂടുതൽ BJP-ക്ക് വോട്ട് കിട്ടിയ മണ്ഡലമല്ലേ തിരുവനന്തപുരം? 2ാം സ്ഥാനത്ത് എത്തിയ മണ്ഡലമല്ലേ തിരുവനന്തപുരം? ശരി, താങ്കളുടെ സൗണ്ടിൽ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. വെളിയത്ത് നിന്നും ശ്രീ വിജയകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ വിജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഈ തുടർച്ചയായി 2 ആഴ്ചയിൽ 2ാം തവണയാണ് കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് തൃശ്ശൂരേക്ക് സന്ദർശനം നടത്തുന്നത്. അത് BJP-ക്ക് വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും വോട്ടായി മാറാൻ കേരളത്തിലെ ജനങ്ങൾ ഈ കാലാകാലങ്ങളായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ മൊത്തം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ജനവിഭാഗങ്ങളാണ്. ഈ രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയ ജനകീയനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിജി എന്നും
അദ്ദേഹം കേരളത്തിലെ ഈ അവസ്ഥകൾ ഇന്ന് ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന കേരള ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുർചെയ്തികളെയും ജനങ്ങൾ ബോധ്യപ്പെടുന്ന അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി തന്നെയാണ് പ്രധാനമന്ത്രി ഈ കേരളത്തിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ പ്രധാനമന്ത്രിക്കൊപ്പമാണ്. നിങ്ങൾ ദുഷ്ചെയ്തികളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസികളൊക്കെ കഴിഞ്ഞ കുറെ കാലമായി അന്വേഷണം നടത്തുന്നതല്ലാതെ ഒന്നും കണ്ടെത്തുകയോ അല്ലെങ്കിൽ മുന്നോട്ട് പോവുകയോ ആരെയും ആർക്കെതിരെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. വാർത്തകൾ നമ്മൾ കാണുന്നില്ലേ? അതെല്ലാം ഈ ഉടനടി ഇതെല്ലാം ഈ പ്രതികളായിട്ടുള്ള എല്ലാവരും 5 വർഷമായി ഒരു 6-7 വർഷമായി അന്വേഷണം നടക്കുന്നതല്ലാതെ കേന്ദ്ര ഏജൻസികളൊന്നും കണ്ടെത്തിയിട്ടില്ല. അന്വേഷണത്തിന്റെ ഏറ്റവും അവസാനം എന്ന് പറയുന്നത് ഈ പ്രതികളായിട്ടുള്ള നാം ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാവരും പൊക്കപ്പെടുകയാണ്. അത് ഈ 2-3 മാസം അതാണ് സംശയം ചോദിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടും ഒക്കെ ഇത്തരം അന്വേഷണങ്ങളും ഇത്തരം റെയ്ഡുകളും ഒക്കെ നടന്നിരുന്നു. പക്ഷേ പിന്നീടൊന്നും ഇലക്ഷൻ കഴിയുന്നതോടുകൂടി അതെല്ലാം പൂട്ടിക്കെടുത്താണ്. തെളിവ് സഹിതം എല്ലാവരെയും ഈ അറസ്റ്റ് ചെയ്യണമെങ്കിൽ തെളിവ് വേണമല്ലോ. അതെല്ലാവരും കറക്റ്റായി കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ഒരു കള്ളന്മാരെയും വെറുതെ വിടത്തില്ല. അതുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ BJP സർക്കാർ എങ്ങനെയാണ്, ഇടതുപക്ഷ സർക്കാർ എങ്ങനെയാണെന്നുള്ള ബോധ്യം 100% ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു BJPക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അത് മോദിക്ക് പ്രധാനമന്ത്രിക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് കേരളത്തിൽ അദ്ദേഹം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇനിയും വരും. ജനങ്ങളത് പ്രതീക്ഷ ഏതൊക്കെ മണ്ഡലം ജയിക്കുമെന്നാണ്? അതോ തൃശ്ശൂർ ജയിക്കുമെന്നാണോ? മറ്റു തൃശ്ശൂർ ജയിച്ചിരിക്കും. അത് അതിനനുസരിച്ചുള്ള കാൻഡിഡേറ്റാണ്. ഞാനൊരു ഇടതുപക്ഷക്കാരനായിരുന്നു. പക്ഷേ എന്റെ അനുഭവത്തിന് അടിസ്ഥാനത്തിൽ പറയുന്നു, രാജ്യം ലോകത്തിന് മുമ്പിൽ ഏറ്റവും മുന്നിലേക്ക് പോകുന്നത്. ശരി, ഓക്കെ. താങ്കളുടെ പ്രതീക്ഷ എന്തായാലും അവിടെ ജയിക്കുമെന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി 2ാം തവണയാണ് 2 ആഴ്ചക്കിടയിൽ കേരള സന്ദർശനം നടത്തുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിലേക്ക്. അവിടെ സുരേഷ് ഗോപിയാവും സ്ഥാനാർത്ഥി എന്നത് ഏറെക്കുറെ BJP സ്ഥാനാർത്ഥി എന്നത് വ്യക്തവുമാണ്. ആ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തന്നെയാണ് അത്തരം സന്ദർശനങ്ങൾ നടത്തുന്നതും. അത് എത്രത്തോളം വോട്ടാകും എന്നുള്ള വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്തത്. പ്രേക്ഷകർ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തിയത്. നരേന്ദ്രമോദിയുടെ വരവ് തീർച്ചയായും വോട്ടായി മാറുമെന്നും സുരേഷ് ഗോപി ജയിക്കുമെന്നും, സുരേഷ് ഗോപി ജയിച്ചില്ലെങ്കിലും വോട്ട് കൂടുമെന്ന് പറഞ്ഞവരും ഒരു കാരണവശാലും ഇത് വോട്ടായി മാറില്ലെന്നും ഇത് വോട്ട് കുറയ്ക്കാൻ മാത്രമേ സഹായിക്കൂ എന്ന് അഭിപ്രായം പറഞ്ഞവരുമുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. ഈ പരിപാടി അതോടൊപ്പം തന്നെ BJP